സോ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ട്രാവേഴ്സലിൻ്റെ അൽഗോരിതമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ BFS-AM എന്ന് പറഞ്ഞിട്ടുള്ള അൽഗോരിതം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ട്രാവേഴ്സലിൻ്റെ അൽഗോരിതം ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഇൻപുട്ടായിട്ട് നമ്മൾ V എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് വേർട്ടെക്സ്, നമ്മളെ ഗ്രാഫിൻ്റെ എവിടുന്ന് തൊട്ടിട്ടാണോ നമ്മൾ ട്രാവേഴ്സൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു സ്റ്റാർട്ടിങ് വേർട്ടെക്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക, V വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ദെൻ N എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് വേർട്ടീസസ് ഇൻ ദ ഗ്രാഫ്, നമ്മളെ ഗ്രാഫിലുള്ള നമ്പർ ഓഫ് വേർട്ടീസസിന് പറയുന്നതാണ് N എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇൻപുട്ട് ഇത്രയും കൊടുത്തു എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഔട്ട്പുട്ട് വരുന്നതെന്ന് വെച്ചാൽ എൻ എറേ ടു സ്റ്റോർ ദ ഓർഡർ ഓഫ് ദ വിസിറ്റ് ഓഫ് വേർട്ടിസ് ഡ്യൂറിങ് ട്രാവേഴ്സൽ. ഒരു എറേയാണ് ഇതിന്ന് റിട്ടേൺ ആയിട്ട് വരുന്നത്. ക്യൂ ആണ് സംഭവം റിട്ടേൺ ആയിട്ട് വരുന്ന എറേ ഫോമാറ്റിൽ. സോ എന്താണ് അതിൽ സ്റ്റോർ ചെയ്തത് നമ്മൾ എങ്ങനെയാണോ വിസിറ്റ് ചെയ്തത് നോഡ്സിനെ അല്ലെങ്കിൽ വേർട്ടിസസിനെ വിസിറ്റ് ചെയ്ത് ട്രാവേഴ്സൽ നടത്തുമ്പോൾ എങ്ങനെയാണോ നമ്മൾ വേർട്ടിസസിനെ വിസിറ്റ് ചെയ്ത ഓർഡർ, ആ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ ഈ ഒരു എറയിലേക്ക് വേർട്ടിസസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ദെൻ ഡാറ്റ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഓരോ വേർട്ടിസസിൻ്റെ ഇനീഷ്യലി എം ടി ആയിട്ടുള്ള ക്യൂവിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ ഓരോ വേർട്ടിസസിനെ വിസിറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ആ ഒരു ക്യൂവിൻ്റെ നെയിം നമ്മളിവിടെ കൊടുത്ത് ഓപ്പൺ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള നെയിമാണ് അതിന് കൊടുത്തിട്ടുള്ളത്. സോ ഓപ്പൺ ക്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്താണ്? ഒരു ക്യൂവിനെയാണ്. സോ ഇനീഷ്യലി അതെന്തായിരിക്കും? എം ടി ആയിരിക്കും. ദെൻ ഓരോ വേർട്ടിസസ് വിസിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ക്യൂവിലേക്ക് വേർട്ടിസസിനെ ആഡ് ചെയ്ത് കൊടുക്കും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രാഫിനെ മെട്രിക് വൈസ് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ദെൻ GPTR എന്ന് പറഞ്ഞിട്ടുള്ള പോയിൻ്റർ വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നു. സോ ഗ്രാഫിൻ്റെ പോയിൻ്റർ ആണ് GPTR എന്ന് പറഞ്ഞിട്ടുള്ള പോയിൻ്റർ. ഓക്കെ, ദെൻ ഇനി സ്റ്റെപ്സ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഈ ഒരു അൽഗോരിതത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രാഫ് എം ടി ആണോ നോക്കണം, ചെക്ക് ചെയ്യണം. സോ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഇഫ് GPTR ഈക്വൽ ടു നൾ ദെൻ പ്രിൻറ്റ് ഗ്രാഫ് ഈസ് എം ടി ആൻഡ് എക്സിറ്റ്. ഒരു GPTR എന്ന് പറഞ്ഞിട്ടുള്ള പോയിൻ്റർ വേരിയബിൾസ്, അതെന്താണ്? ഫസ്റ്റ് നോഡിനെയാണ് നമ്മൾ ഇൻസേർട്ട് അല്ലെങ്കിൽ നോഡ് വെർട്ടിസസിനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആദ്യത്തെ കേസസിൽ. ദെൻ അതിനനുസരിച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് മാറി മാറി പോകും. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് GPTR ഈക്വൽ ടു നൾ ആണോ എന്ന് ചെക്ക് ചെയ്യും. നൾ ആണെങ്കിൽ ദാറ്റ് മീൻസ് ഗ്രാഫ് എന്ന് പറയുന്നത് എം ടി ഗ്രാഫ് ആണെന്നും അതുകൊണ്ട് എക്സിറ്റ് ചെയ്യുക, ഈ ഒരു അൽഗോരിതത്തിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് എം ടി ആണെങ്കിൽ നമുക്ക് ഈ ട്രാവേഴ്സലും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ എം ടി ആണെങ്കിൽ എക്സിറ്റ്. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനീഷ്യൽ വേർട്ടെക്സിനെ നമ്മൾ U എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തു. ദെൻ U എന്ന് പറഞ്ഞ വേരിയബിൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ NQ DQ ഓപ്പറേഷൻസ് ഈ ഓപ്പൺ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ക്യൂവിലേക്ക് നമ്മൾ നടത്തുന്നത്. സോ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ NQ ചെയ്യുക, ഓരോ വേർട്ടീസസിനെയും നമ്മൾ ക്യൂവിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, സോ എൻ്റർ ദ സ്റ്റാർട്ടിംഗ് വേർട്ടെക്സ് ഇൻ ടു ദ ക്യൂ, ഓപ്പൺ ക്യൂ. സോ ആദ്യത്തെ കേസസിലാണെങ്കിൽ നമ്മൾ ആദ്യത്തെ സ്റ്റാർട്ടിംഗ് വേർട്ടെക്സ് ആയ V ആയിരുന്നു. V നമ്മൾ U എന്ന് പറഞ്ഞ വേരിയബിളിലേക്കാണ് അസൈൻ ചെയ്തത്. സോ അതിന് ചെയ്തു? നമ്മൾ ഓപ്പൺ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ക്യൂവിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. സോ അത് ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ ഫങ്ഷനാലിറ്റിയാണ് അല്ലെങ്കിൽ ഫങ്ഷനാണ് NQ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ. സോ NQ വെച്ചിട്ട് നമ്മൾ ചെയ്തു? U എന്ന് പറഞ്ഞിട്ടുള്ള വേർട്ടെക്സിനെ ഓപ്പൺ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ക്യൂവിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. സോ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓപ്പൺ ക്യൂ ഡോട്ട് NQ ഓഫ് U. സോ NQ ഓഫ് യുവിനെ നമ്മൾ ഓപ്പൺ ക്യൂവിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചെക്ക് ചെയ്യാണ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ള ക്യൂ, ഓപ്പൺ ക്യൂവിൽ എം ടി ആവാത്ത കേസസ് വരെ, എം ടി ആവുന്ന വരെ ആവാത്ത കേസസ് വരെ നമ്മൾ വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണം. എപ്പോഴാണ് എം ടി ആവുന്ന വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് പോകണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാണ്. വൈൽ ഓപ്പൺ ഡോട്ട് ക്യൂ സ്റ്റാറ്റസ് ഈക്വൽ ടു എം ടി. എം ടി ആണെങ്കിൽ ഓപ്പൺ ക്യൂവിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എം ടി ആണ്. ദാറ്റ് മീൻസ് ഓപ്പൺ ക്യൂ എം ടി ആണെങ്കിൽ, ആ ഓപ്പൺ ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂ എം ടി ആണെങ്കിൽ എന്ത് ചെയ്യണം? എക്സിറ്റ് ആയിട്ട് പോകണം. സോ അങ്ങനെയാണെങ്കിൽ ഓപ്പൺ ക്യൂ എന്നുള്ളത് എം ടി അല്ലാത്ത കേസസ് മാത്രം വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുക. സോ അത് ചെക്ക് ചെയ്ത് ഓപ്പൺ ക്യൂ ഡോട്ട് സ്റ്റാറ്റസ് നോട്ട് ഈക്വൽ ടു എം ടി ഡു. ഇപ്പോൾ എം ടി അല്ലാത്ത കേസസിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. സോ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് VA പാർട്ട് എന്ന് പറയുന്നത് V ഈക്വൽ ടു ഓപ്പൺ ഡോട്ട് DQ. നമ്മൾ ഓപ്പൺ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ക്യൂന്ന്
എന്താണ് ഓരോ എലമെൻസിനായിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് അത് വി എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. സോ ഡിലീറ്റ് ഐറ്റം ഫ്രം ഓപ്പൺ ക്യൂന്ന് ഓരോ ഐറ്റമായിട്ട് ഡിലീറ്റ് ചെയ്യാം. ദെൻ സെക്കൻഡ് അതിലെ ബി പാർട്ട് എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യാണ് എന്താണ് അത് ഓൾറെഡി വിസിറ്റഡ് ആണോ, ആ ഒരു നോഡ് ഓൾറെഡി വിസിറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, സോ അതിന് വേണ്ടി നമ്മൾ ചെക്ക് ചെയ്യാണ്. സോ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. ഇഫ് സെർച്ച് എറേ വിസിറ്റ് യു ഈക്വൽ ടു ഫോൾസ് ദെൻ. സോ ഇത് നോക്കുന്നത് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ എറേ വിസിറ്റഡ്. നമ്മളെന്താണ് വിസിറ്റഡ് ആയിട്ടുള്ള എറേയിൽ എന്താണ് വിസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എറേ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിലെന്താണ് നമ്മൾ വിസിറ്റഡ് ആയിട്ടുള്ള നോഡ്സിനെ അല്ലെങ്കിൽ വേർട്ടിസസിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. സോ നമ്മൾ ആ ഒരു എറേയിലേക്ക് ചെക്ക് ചെയ്യാണ്. വിസിറ്റ് എന്ന് പറഞ്ഞ എറേയിൽ യു എന്ന് പറഞ്ഞ് കറൻ്റ്ലി നമ്മൾ എന്താണ് ഡിലീറ്റ് ചെയ്ത അല്ലെങ്കിൽ റിട്രീവ് ചെയ്ത ആ ഒരു വേർട്ടെക്സസ് എന്താണ് അതിൽ അവൈലബിൾ ആണോ എന്ന് നോക്കുക. വിസിറ്റ് എന്ന് പറഞ്ഞ എറേയിലേക്ക് അവൈലബിൾ ആണോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ ഓൾറെഡി വിസിറ്റ് ആയിട്ടുള്ള വേർട്ടിസസ് ആണ്. സോ അങ്ങനത്തെ അല്ലാത്ത കേസസിൽ മാത്രം, ഫോൾസ് ആകുന്ന കേസസിൽ മാത്രമാണ് നമ്മൾ അടുത്ത കാര്യങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, സോ അങ്ങനത്തെ എന്താണ് എറേ വിസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എറേയിൽ എന്താണ് ഈ ഒരു എലമെൻറ്റ് ഇല്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അടുത്ത റോമൻ നമ്പറിൽ കൊടുത്ത സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. സോ അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻസേർട്ട് എറേ വിസിറ്റ് യു. സോ നമ്മൾ വിസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എറേയിലേക്ക് യു എന്ന് പറഞ്ഞ നോഡിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക, സ്റ്റോർ ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ കറൻ്റ് ആദ്യം നോക്കി യു എന്ന് പറഞ്ഞ വേരിയബിൾ വെർട്ടിസസ് ഓൾറെഡി വിസിറ്റ് എന്ന് പറഞ്ഞ എറേയിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അതിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ അടുത്ത സ്റ്റെപ്പിലായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം ഒരു ഫോർ ലൂപ്പ് വെച്ചിട്ട്. ഫോർ ലൂപ്പിൽ ഐ എന്ന് പറഞ്ഞ വേരിയബിൾ 1 to n വരെയാണ് ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ട് ടു എൻ്റർ ദ അഡ്ജസൻസി വേർട്ടീസ് ഓഫ് വി ഇൻറ്റു ഓപ്പൺ ക്യൂ. നമ്മൾ ഓരോ ഓപ്പൺ ക്യൂയിലേക്ക് എന്ത് ചെയ്യുക, അഡ്ജസൻസ് വേർട്ടീസസിന് എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു വി എന്ന് പറഞ്ഞിട്ടുള്ള വേർട്ടീസസ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അഡ്ജസൻസ് ആയിട്ടുള്ള ഏതൊക്കെ വേർട്ടീസസ് ഉണ്ടോ അതൊക്കെ നമ്മൾ എവിടെ ആഡ് ചെയ്ത് കൊടുക്കണം, ഓപ്പൺ എന്ന് പറഞ്ഞ ക്യൂവിൽ ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫോർ ലൂപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യുക, അഡ്ജസൻസി വേർട്ടീസസിനെ വീൻ്റെ അഡ്ജസൻസി വേർട്ടീസസിനെ ഓപ്പൺ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ക്യൂവിലേക്ക് ആഡ് ചെയ്ത് അല്ലെങ്കിൽ എൻട്രി ചെയ്ത് കൊടുക്കുകയാണ്, ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ അതിന് ശേഷം അതിൻ്റെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് സോ നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യാണ് അതിൻ്റെ അഡ്ജസൻസി വേർട്ടീസസ് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, ഓപ്പൺ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ക്യൂവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. സോ അത് ചെക്ക് ചെയ്യാണ്. ഇഫ് GPTR ഓഫ് യു ഐ ഈക്വൽ ടു 1 അങ്ങനെ ഒരു എന്താണ് അഡ്ജസൻസി വേർട്ടീസസ് ഉണ്ടോ വി എന്ന് പറഞ്ഞിട്ടുള്ള വേർട്ടീസസിന്, ദാറ്റ് മീൻസ് യു എന്ന് പറഞ്ഞ വേർട്ടീസസിന് അഡ്ജസൻസി വേർട്ടീസസ് ഉണ്ടോ എന്ന് നോക്കുക. 1 ആണ് അതിൻ്റെ വാല്യൂ എങ്കിൽ എന്ത് ചെയ്യുക, ഉണ്ടെന്നാണ് അർത്ഥം. ദെൻ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഓപ്പൺ ക്യൂവിലേക്ക് ഐ എന്ന് പറഞ്ഞ വേർട്ടീസസിന് എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കണം. സോ അതാണ് ഓപ്പൺ എൻ ക്യൂ ഓഫ് ഐ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ദെൻ ഇഫ് ലൂപ്പ് കറൻ്റ്ലി കോൾ ചെയ്ത് ഇഫ് ലൂപ്പിനെ എൻഡ് ചെയ്യുക. ദെൻ അതിൻ്റെ മേലെ ഔട്ടർ ഫോർ ലൂപ്പായ ഫോർ ലൂപ്പിനെ എൻഡ് ചെയ്യുക. ദെൻ ഇഫ് ലൂപ്പിനെ എൻഡ് ചെയ്യുക. ദെൻ വൈലിനെ എൻഡ് ചെയ്യുക. ഓക്കെ, സോ ഫോർത്ത് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ദെൻ സിക്സ്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിട്ടേൺ വിസിറ്റ്. നമ്മൾ വിസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എറേയിലാണ് നമ്മൾ വിസിറ്റഡ് ഓർഡർ ഓഫ് ദ നോഡ്സ് വേർട്ടിസസ് സ്റ്റോർ ചെയ്തത്. നമ്മൾ എങ്ങനെയാണോ ട്രാവേഴ്സിങ്ങിൻ്റെ ഓരോ വേർട്ടീസസിനെ വിസിറ്റ് ചെയ്ത് ആ ഒരു ഓർഡറിലാണ് നമ്മൾ വിസിറ്റ് എന്ന് പറഞ്ഞ എറേയിലേക്ക് സ്റ്റോർ ചെയ്തത്. സോ ഈ ഒരു എറേനെ നമ്മൾ എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യുക, ദാറ്റ് മീൻസ് ഡിസ്പ്ലേ ചെയ്യുക അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ അതിനുശേഷം എന്ത് ചെയ്യുക, ഈ ഒരു അൽഗോരിതം സ്റ്റോപ്പ് ചെയ്യുക. സോ അതാണ് ഇവിടെ പറയുന്നത്, വി ഹാവ് യൂസ്ഡ് എൻ എറേ വിസിറ്റ് ടു സ്റ്റോർ ദ ട്രാവേഴ്സൽ ഓർഡർ ഓഫ് വിസിറ്റഡ് വേർട്ടീസസ് ആൻഡ് ദെൻ ദ പാത്ത് ഓഫ് ദ ട്രാവേഴ്സൽ ക്യാൻ ബി ഈസിലി ബി ട്രേസ്ഡ് ഫ്രം ഇറ്റ്. ഓക്കെ, സോ നമ്മൾ വിസിറ്റ് എന്ന് പറഞ്ഞ എറേ യൂസ് ചെയ്യുന്ന അതിൽ സ്റ്റോർ ചെയ്യുന്നത് എന്താണ്, നമ്മൾ വേർട്ടീസസിനെ വിസിറ്റ് ചെയ്ത ഓർഡറിലാണ് ട്രാവേഴ്സൽ ചെയ്യുമ്പോൾ എങ്ങനെയാണോ ഓരോന്നിനും വിസിറ്റ് ചെയ്ത് അതിൻ്റെ ഓർഡറിലാണ് വിസിറ്റ് എന്ന് പറഞ്ഞ എറേയിലേക്ക് സ്റ്റോർ ചെയ്ത്. സോ ദെൻ ദ പാത്ത് ഓഫ് ദ ട്രാവേഴ്സൽ ക്യാൻ ബി ഈസിലി ട്രേസ്ഡ് ഫ്രം ഇറ്റ്. ഇതിന് വെച്ചിട്ട് എന്ത് ചെയ്യുക, വിസിറ്റ് എന്ന് പറഞ്ഞ എറേ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണോ നമ്മൾ ഈ ഒരു ഗ്രാഫിനെ ട്രാവേഴ്സ് ചെയ്ത പാത്ത് അതിനെ നമുക്ക് പെട്ടെന്ന് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും.
സോ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണ് അൺഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ കേസസിൽ നമ്മൾ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് എങ്ങനെ നടത്തുന്നത്. സോ അഡ്ജസൻസി ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് നമ്മൾ ആദ്യം അതിനെ റെപ്രസെൻറ്റ് ചെയ്യും. ദെൻ അതിന് സ്റ്റാർട്ടിങ് വേർട്ടെക്സ് ആയിട്ട് നമ്മൾ ഏതാണ് എടുക്കുന്നത്, 1 ആണ് വേർട്ടിസസ് എടുക്കുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ ഗ്രാഫ് വെച്ചിട്ട് അതിൻ്റെ അഡ്ജസൻസി ലിസ്റ്റ് ഓഫ് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യും. ദെൻ അത് വെച്ചിട്ട് എന്ത് ചെയ്യും, ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് കംപ്ലീറ്റ് ആക്കും. സോ ആദ്യം നമുക്ക് എന്താണ് തന്ന നോട്ട്സിന് ഓരോന്നായിട്ട് എന്ത് ചെയ്യുക, അഡ്ജസൻസി ലിസ്റ്റ് ചെയ്യാം. സോ തന്ന ഗ്രാഫിന് നമ്മൾ എന്ത് ചെയ്യും, 10 നോട്ട്സ് ആണുള്ളത്. സോ 10 നോട്ട്സ് ഉള്ള ഒരു എറേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന് ഈ ഒരു നോട്ട്സിന് എറേ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. സോ അതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു എറേയിൽ സ്റ്റോർ ചെയ്ത് എന്താണ് സ്റ്റാർട്ടിങ് ഇൻഡെക്സസ് ആണ്. ഓക്കെ, വേർട്ടിസസ് ആണ്. സോ അതിന് വെച്ചിട്ട് നമ്മൾ എന്താണ് ഓരോ വേർട്ടിസസിൻ്റെയും എഡ്ജസൻസ് ആയിട്ടുള്ള വേർട്ടിസസിനെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യും. സോ 1 എന്ന് പറഞ്ഞ വേർട്ടിസസിൻ്റെ എഡ്ജസൻസ് ആയിട്ടുള്ള വേർട്ടിസസ് ഏതൊക്കെയാണ്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്. സോ 5, 6, 7 എന്ന് പറഞ്ഞിട്ടുള്ള അതിനെ എന്താ ലിസ്റ്റ് ചെയ്ത് കാണിച്ചു. ദെൻ 7ന് ശേഷം ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്താ അവിടെ ഗ്രൗണ്ടഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, എൻഡ് കാണിക്കാനാണ് നമ്മൾ ആ ഒരു സിമ്പിൾ യൂസ് ചെയ്യുന്നത്. ദെൻ 2 എന്ന് പറഞ്ഞ വേർട്ടിസസ് ഏതൊക്കെയായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, 2 എന്ന് പറഞ്ഞ വേർട്ടീസസ് 9 and 4 ആയിട്ട് കണക്ട് ചെയ്യും. സോ 9 and 4 കാണിച്ചു. ദെൻ 3 എന്ന് പറഞ്ഞ വേർട്ടീസസ് എന്ത് ആയിട്ട് കണക്റ്റഡ് ആണ്, 7 and 8 ആയിട്ട് കണക്റ്റഡ് ആണ്. 4 എന്ന് പറഞ്ഞ വേർട്ടീസസ് ഏതുമായിട്ട് കണക്റ്റഡ് ആണ്, 2 and 5 ആയിട്ട് കണക്റ്റഡ് ആണ്. ദെൻ 5 എന്ന് പറഞ്ഞ വേർട്ടീസസ് ഏതുമായിട്ട് കണക്റ്റഡ് ആണ്, 1, 4 and 9 ആയിട്ട് കണക്റ്റഡ് ആണ്. ദെൻ 6 എന്ന് പറഞ്ഞ വേർട്ടീസസ് ഏതായിട്ടാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്, 1ഉം 10ഉം ആയിട്ടാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. 7 എന്ന് പറഞ്ഞ വേർട്ടീസസ് 1, 3 and 9 ആയിട്ടാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. ദെൻ 8 എന്ന് പറഞ്ഞ വേർട്ടീസസ് ഏതുമായിട്ടാണ് കണക്റ്റഡ്, 3 and 10 ആയിട്ടാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. ദെൻ 9 എന്ന് പറഞ്ഞ വേർട്ടീസസ് 5 and 7 ആയിട്ട് 5, 7 and 2 ആയിട്ട് കണക്റ്റഡ് ആണ്. ദെൻ 10 എന്ന് പറഞ്ഞ വേർട്ടീസസ് ഏതെല്ലാം ആയിട്ടാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്, 6 and 8 ആയിട്ടാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. സോ അങ്ങനെ വെച്ചിട്ട് ആ ഒരു ഗ്രാഫിനെ വെച്ചിട്ട് നമ്മൾ എന്താണ് അതിൻ്റെ അഡ്ജസൻസി ലിസ്റ്റ് നമ്മൾ ആ ഒരു ഗ്രാഫിൻ്റെ അഡ്ജസൻസി ലിസ്റ്റ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്തെടുത്തു. ഓക്കെ, ദെൻ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് കംപ്ലീറ്റ് ചെയ്യണം. സോ ഈ തന്ന ഗ്രാഫിനെ നമ്മൾ എന്ത് ചെയ്യും, ട്രാവേഴ്സ് ചെയ്യാൻ പോവുകയാണ്. സോ നമ്മൾ കോളം വൈസാണ് കാണിച്ചിട്ടുള്ള. ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ നമ്മൾ കറൻ്റ്ലി ഏത് വേർട്ടെക്സ് ആണോ യൂസ് ചെയ്യുന്നത് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫസ്റ്റ് കോളം. ദെൻ സെക്കൻഡ് എന്ന് പറഞ്ഞത് ക്യൂ, നമ്മൾ ഓപ്പൺ ക്യൂ യൂസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായി. ഓക്കെ, സോ അങ്ങനത്തിന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത ക്യൂ. ദെൻ തേർഡ് കോളം എന്ന് പറയുന്നത് ട്രാവേഴ്സ് ചെയ്യുന്ന, ട്രാവേഴ്സ് ചെയ്തതിൻ്റെ വിസിറ്റഡ് ഓർഡർ എന്താണോ അതാണ് എന്ത് ട്രാവേഴ്സൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കാണിച്ച കോളം. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് സ്റ്റാറ്റസ്, നമ്മൾ വിസിറ്റഡ് ആയിട്ടുള്ള എന്ത് വേർട്ടീസസിൻ്റെ ഫ്ലാഗ് സെറ്റ് ചെയ്ത് സ്റ്റാറ്റസ് സെറ്റ് ചെയ്യുന്ന കോളം. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്റ്റാർട്ടിങ് വേർട്ടെക്സ് ഏതാണ്, 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ 1 എന്നായിരുന്നു സ്റ്റാർട്ടിങ് വേർട്ടെക്സ്. അപ്പോൾ ഫസ്റ്റ് റോ നമ്മൾ എഴുതാണ്, ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതാണ്, 1 എന്താണ് കറണ്ട് വേർട്ടെക്സ്. ആൻഡ് ദെൻ അതിനെന്ത് ചെയ്യും, നമ്മൾ ക്യൂവിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ നമ്മൾ കറൻ്റ് ഏത് വേർട്ടെക്സിനെയാണോ യൂസ് ചെയ്തത് അത് എന്ത് ചെയ്യും, എറയിൽ 1 എന്നുള്ള സ്റ്റാറ്റസ് കൊടുത്തും ബാക്കിയെല്ലാം നമ്മൾ അൺവിസിറ്റഡ് ആയിട്ടുള്ള എന്ത് ചെയ്യും വേർട്ടിസസിനെ 0 വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, സോ അതിന് ഔട്ട്പുട്ട്സ് ഒന്നും ക്രിയേറ്റ് ആയിട്ടില്ല. സോ ട്രാവേഴ്സൽ ഔട്ട്പുട്ട് ഒന്നും ബ്ലാങ്ക് ആയിട്ട് കൊടുത്തു, എം ടി ആയിട്ട് കൊടുത്തു. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, 1 എന്ന് പറഞ്ഞ ക്യൂവിലുള്ള 1 എന്ന് പറഞ്ഞ ഫസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്തു, കറണ്ട് വേർട്ടെക്സ് ആയിട്ട് എടുത്തു. സോ 1 ആയിട്ട് എന്താണ് അഡ്ജസൻസ് ആയിട്ടുള്ള വേർട്ടസ് ഏതൊക്കെയാണോ അതൊക്കെ നമ്മൾ ഇവിടെ ആഡ് ചെയ്തോളൂ, ക്യൂവിലേക്ക് ആഡ് ചെയ്തോളൂ. സോ നമ്മൾ അഡ്ജസൻസി ലിസ്റ്റ് നോക്കുന്നു, അതിലേക്ക് ഏതൊക്കെ വേർട്ടീസസ് ഉണ്ട് 1 ആയിട്ട് കണക്റ്റഡ് ആയിട്ട്, 5, 6 and 7 എന്ന് പറഞ്ഞിട്ടുള്ള വേർട്ടീസസ് ഉണ്ട്. ഓക്കെ, സോ 5, 6, 7 എന്ന് പറഞ്ഞിട്ടുള്ള വേർട്ടീസസ് നമ്മൾ എവിടെ ആഡ് ചെയ്ത് കൊടുത്തു, ക്യൂവിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ദെൻ 1 എന്ന് പറഞ്ഞ വേർട്ടീസസ് വിസിറ്റഡ് വേർട്ടീസസ് ആയി മാറി. സോ ട്രാവേഴ്സൽ ഔട്ട്പുട്ടിലേക്ക് ട്രാവേഴ്സ് വിസിറ്റ് എന്ന് പറഞ്ഞ ലാസ്റ്റ് എറേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അതിലേക്ക് നമ്മൾ എന്ത് 1 സ്റ്റോർ ചെയ്ത് കൊടുത്തു. സോ നമ്മൾ എന്ത് ചെയ്തു, നെക്സ്റ്റ് സ്റ്റാറ്റസ് വിസിറ്റഡ് ഫ്ലാഗ്സ് വേർട്ടീസസിനെ എന്ത് ചെയ്യുക, നമുക്ക് സെറ്റ് ചെയ്യണം. സോ ആ എറയിലുള്ള നമ്മൾ 1 ഓൾറെഡി 1 എന്ന് പറഞ്ഞ ഇൻഡെക്സിലുള്ള 1 എന്ന് പറഞ്ഞ നമ്മൾ ഇൻഡെക്സ് കൊടുക്കുന്ന എന്താ വേർട്ടീസസിൻ്റെ നമ്പറാണ്. ഓക്കെ, സോ 1 എന്ന് പറഞ്ഞ വേർട്ടീസസ് എന്തായാലും വിസിറ്റഡ് ആയി. ഓക്കെ, അതിനെ നമ്മൾ 1 എന്ന് ഫ്ലാഗ് സെറ്റ് ചെയ്തു. ദെൻ 5, 6, 7 എന്ന് പറഞ്ഞിട്ടുള്ള വേർട്ടീസസിനെ നമ്മൾ എന്ത് ക്യൂവിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ സ്റ്റാറ്റസ് എന്ത് ചേഞ്ച് ചെയ്ത് കൊടുത്തു, 1 ആയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുത്തു. ദെൻ നെക്സ്റ്റ് ക്യൂവിലുള്ള ഫസ്റ്റ് എലമെൻറ്റ് ഏതാണെന്ന് നോക്കാം.
5 എന്ന് പറഞ്ഞ എലമെൻ്റ് ആയിരുന്നു സെക്കൻഡ് സ്റ്റെപ്പിൽ ക്യൂവിലെ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് കാണുന്നത്. സോ അതാണ് നമ്മൾ കറണ്ട് വേർട്ടീസസ് ആയിട്ട് തേർഡ് സ്റ്റെപ്പിൽ എടുക്കുക. സോ അതിന് 5 എന്ന് പറഞ്ഞ വേർട്ടീസസിനെ നമ്മൾ കറണ്ട് വേർട്ടീസസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 5 ആയിട്ട് അഡ്ജസൻസ് ആയിട്ടുള്ള ഏതൊക്കെ വേർട്ടീസസ് ഉണ്ടോ എന്ന് നോക്കുക. സോ 1, 4, 9 എന്ന് പറഞ്ഞിട്ടുള്ള വേർട്ടീസസ് ഉണ്ട്. സോ 1 ഓൾറെഡി എന്താണ് വിസിറ്റഡ് ആയിട്ടുള്ള വേർട്ടീസസ് ആണ്. ദെൻ 4 ആൻഡ് 9 എന്ന് പറഞ്ഞ വേർട്ടീസസ് ബാക്കിയുണ്ട്. സോ അതിനെ നമ്മൾ എവിടെ ആഡ് ചെയ്ത് കൊടുത്തു? ക്യൂയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ദെൻ എന്താണ് ട്രാവേഴ്സൽ ഔട്ട്പുട്ടിലേക്ക് എന്ത് ആഡ് ചെയ്തു? 5 എന്ന് പറഞ്ഞ വേർട്ടീസസിനെ ആഡ് ചെയ്ത് കൊടുത്തു. ദെൻ 4 ആൻഡ് 9 എന്ന് പറഞ്ഞിട്ടുള്ള വേർട്ടീസസിൻ്റെ സ്റ്റാറ്റസ് എന്ത് ചേഞ്ച് ചെയ്ത് കൊടുത്തു? 1 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. ദെൻ ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ പിന്നെ നോക്കും. തേർഡ് സ്റ്റെപ്പിൽ ക്യൂവിൽ ഫസ്റ്റ് എലമെൻ്റ് ഏതാണോ ഉള്ളത് അതിനെ നമ്മൾ ഫോർത്ത് സ്റ്റെപ്പിൽ കറണ്ട് എലമെൻ്റ് ആയിട്ട് വേർട്ടീസസ് ആയിട്ട് എടുക്കും. സോ 6 ആണ് കറണ്ട് വേർട്ടീസസ്. ദെൻ 6 ആയിട്ട് അഡ്ജസൻസി ഉള്ള വേർട്ടീസസ് ഏതൊക്കെയാണെന്ന് നോക്കും. സോ അഡ്ജസൻസി ലിസ്റ്റ് നോക്കും. 6 ആയിട്ട് അഡ്ജസൻസി വേർട്ടീസസ് എന്ന് പറയുന്നത് 1 ആൻഡ് 10 ആണ്. 1 ഓൾറെഡി നമ്മൾ വിസിറ്റഡ് ആയിട്ടുള്ള ലിസ്റ്റാണ്, സോ വേർട്ടീസസ് ആണ്. സോ 10 മാത്രം നമ്മൾ എന്ത് ചെയ്തു? ക്യൂവിലേക്ക് ആഡ് ചെയ്തു. ദെൻ 6നെ നമ്മൾ ട്രാവേഴ്സൽ ഔട്ട്പുട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. 10നെ നമ്മൾ എന്താണ് ക്യൂവിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു? ക്യൂ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു എറയിലേക്ക് എന്താണ് വിസിറ്റഡ് ഫ്ലാഗ് സെറ്റ് ചെയ്യുന്ന എറയിലേക്ക് 10ൻ്റെ വാല്യൂ എന്ത് ചെയ്തു? 1 ആയിട്ട് സെറ്റ് ചെയ്തു കൊടുത്തു. ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പിൽ നമ്മൾ ഏത് എലമെൻറ്റിനെ കറണ്ട് എലമെൻ്റ് ആയിട്ട് എടുക്കും? 7 എന്ന് പറഞ്ഞ എലമെൻറ്റിന് നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ ക്യൂവിൽ ഫസ്റ്റ് എലമെൻറ്റ് എന്താണോ ഉള്ളത് അതിനെ കറണ്ട് എലമെൻ്റ് ആയിട്ട് എടുക്കും. 7 എന്ന് പറഞ്ഞ കറണ്ട് എലമെൻ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 7 ആയിട്ട് അഡ്ജസൻസി ഉള്ള എലമെൻസിനെ നോക്കും, വെർട്ടീസസിനെ നോക്കും. 1, 3 ആൻഡ് 9. ആൻഡ് 1 ആൻഡ് 9 ഓൾറെഡി നമ്മളെ ക്യൂവിൽ അവൈലബിൾ ആണ്. സോ 3 എന്ന് പറഞ്ഞ വേർട്ടീസസിനെ നമ്മൾ എന്ത് ചെയ്തു? ക്യൂവിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ദെൻ 7 എന്ന് പറഞ്ഞ വേർട്ടീസസിനെ നമ്മൾ ഔട്ട്പുട്ട് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ദെൻ 3 എന്ന് പറഞ്ഞ വേർട്ടീസസിനെ നമ്മൾ ക്യൂവിലേക്ക് ആഡ് ചെയ്തത് കൊണ്ട് അതിൻ്റെ എന്താണ് സ്റ്റാറ്റസ് നമ്മൾ 1 ആയിട്ട് സെറ്റ് ചെയ്തു. സോ തേർഡ് ഇൻഡെക്സിലുള്ള എന്താണ് സ്റ്റാറ്റസ് ഫ്ലാഗ് ഡാറ്റ എന്തായിട്ട് സെറ്റ് ചെയ്തു? 1 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. ദെൻ അതേപോലെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 4 എന്ന് പറഞ്ഞിട്ട് കറണ്ട് എലമെൻറ്റ് നോക്കും. ദെൻ 4ൻ്റെ അഡ്ജസൻസി ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? 2 ആൻഡ് 5 എന്ന് പറഞ്ഞ എലമെൻറ്റ്സ് ആണ്. ഓക്കെ, സോ 2 ആൻഡ് 5 എന്ന് പറഞ്ഞ എലമെൻറ്റ്സിൽ 5 ഓൾറെഡി നമ്മൾ വിസിറ്റഡ് ആയിട്ടുള്ള വേർട്ടീസസ് ആണ്. സോ 2നെ മാത്രം എന്ത് ചെയ്യും? ക്യൂവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ദെൻ 2ൻ്റെ സ്റ്റാറ്റസ് എന്തായിട്ട് സെറ്റ് ചെയ്തു? 1 ആയിട്ട് സെറ്റ് ചെയ്തു. ദെൻ 7th സ്റ്റെപ്പിൽ നമ്മൾ അടുത്ത വേർട്ടീസസ് കറണ്ട് വേർട്ടീസസ് ആയിട്ട് 9 എടുത്തു. 9ൻ്റെ അഡ്ജസൻസി വേർട്ടീസസ് ഏതൊക്കെയാണെന്ന് നോക്കും. 2, 5 ആൻഡ് 7. 2, 5 ആൻഡ് 7 എന്ന് പറയുന്നത് 5 ആൻഡ് 7 ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു? ഔട്ട്പുട്ട് ലിസ്റ്റിൽ വിസിറ്റഡ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ദെൻ 2 എന്ന് പറഞ്ഞ എലമെൻറ്റ് ഓൾറെഡി ക്യൂവിൽ അവൈലബിൾ ആണ്. സോ 9ലേക്ക് നമ്മൾ എന്താണ് 9 എന്ന് പറഞ്ഞ വേർട്ടീസസിനെ വിസിറ്റ് ചെയ്യുമ്പോൾ ക്യൂവിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു വേർട്ടീസസും ഇല്ല, അഡ്ജസൻസി വേർട്ടീസസ് ഇല്ല. ഓൾറെഡി നമ്മൾ എന്താണ് കുറച്ച് വേർട്ടീസസ് വിസിറ്റഡ് ആണ് ആൻഡ് റിമൈനിങ് എന്താണ് ക്യൂവിലേക്ക് അവൈലബിൾ ഓൾറെഡി ആയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ആ ഒരു സ്റ്റെപ്പിൽ പുതിയ എന്താണ് വേർട്ടീസസ് ഒന്നും ക്യൂവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ദെൻ 9 എന്ന് പറഞ്ഞ വേർട്ടീസസിനെ എന്ത് ചെയ്യും? ഔട്ട്പുട്ട് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ കറണ്ട് വേർട്ടീസസ് ആയിട്ട് നമ്മൾ 10നെ സെലക്ട് ചെയ്തു. 10നെ സെലക്ട് ചെയ്യുമ്പോൾ 10നുമായിട്ട് അഡ്ജസൻസി ഉള്ള വേർട്ടീസസ് ഏതൊക്കെയാണ്? 6 ആൻഡ് 8. ദെൻ 6 എന്ന് പറഞ്ഞ വേർട്ടീസസ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു? വിസിറ്റഡ് ആക്കിയതാണ്. സോ 8 എന്ന് പറഞ്ഞ വേർട്ടീസസിനെ നമ്മൾ എവിടെ ആഡ് ചെയ്തു? ക്യൂവിലേക്ക് ആഡ് ചെയ്തു കൊടുത്തു. സോ 8 എന്ന് പറഞ്ഞ വേർട്ടീസസ് ക്യൂവിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് 8ൻ്റെ സ്റ്റാറ്റസ് എന്തായിട്ട് ചേഞ്ച് ചെയ്തു? 1 എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാറ്റസ് ആയിട്ട് ചേഞ്ച് ചെയ്തു. ഓക്കെ, സോ നമ്മൾ എറേ ഇനി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 8th സ്റ്റെപ്പിലേക്ക് എറേ നോക്കിക്കഴിഞ്ഞാൽ എറയിലുള്ള എല്ലാ എലമെൻസിൻ്റെയും വേർട്ടീസസിൻ്റെയും സ്റ്റാറ്റസ് എന്തായിട്ട് ചേഞ്ച് ആയി? 1 ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ നമ്മൾ ഗ്രാഫിലെ എല്ലാ എലമെൻസിനും അല്ലെങ്കിൽ എല്ലാ വേർട്ടീസസിനും നമ്മൾ എന്ത് ചെയ്തു? ഇൻസേർട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തു. അഡ്ജസൻസി ആയിട്ടുള്ള എല്ലാ വേർട്ടീസസിനും നമ്മൾ എന്ത് ചെയ്യും? ക്യൂവിലേക്ക് ആഡ് ചെയ്തു അല്ലെങ്കിൽ വിസിറ്റഡ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ 9th സ്റ്റെപ്പിൽ നമ്മൾ കറൻ്റ് 8th സ്റ്റെപ്പിൽ ഏതാണോ ക്യൂവിൽ ഫസ്റ്റ് എലമെൻറ്റ് അതിനെ കറണ്ട് എലമെൻ്റ് ആയിട്ട് എടുത്തു. 3 ആണ്. 3നെ നമ്മൾ എന്ത് ചെയ്തു? ട്രാവേഴ്സൽ ഔട്ട്പുട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ദെൻ ബാക്കി എന്താണ്? ക്യൂവിൽ നമ്മൾ ഈ ഒരു 3 എന്ന് പറഞ്ഞ എലമെൻറ്റിനെ റിമൂവ് ചെയ്ത് കാണിച്ചു. ദെൻ സ്റ്റാറ്റസ് എന്താണ് ചേഞ്ച് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല, ഓൾറെഡി എല്ലാം സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, ദെൻ 10th സ്റ്റെപ്പിൽ അടുത്ത എന്താണ് ഫസ്റ്റ് എലമെൻറ്റിനെ കറണ്ട് എലമെൻ്റ് ആയിട്ട് എടുത്തു. 2 എന്ന് പറഞ്ഞ എലമെൻറ്റിനെ കറണ്ട് എലമെൻ്റ് ആയിട്ട് എടുത്തു. ദെൻ അതിനെ എന്ത് ചെയ്തു? ഔട്ട്പുട്ട് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ദെൻ 11th സ്റ്റെപ്പിൽ 8 എന്ന് പറഞ്ഞ എലമെൻറ്റിനെ നമ്മൾ കറണ്ട് എലമെൻ്റ് ആയിട്ട് എടുത്തു. അതിനെ നമ്മൾ ട്രാവേഴ്സൽ ഔട്ട്പുട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. സോ നമ്മളെ ക്യൂ എന്തായി? എം ടി ആയി മാറി. സോ എപ്പോഴാണ് നമ്മളെ ക്യൂ എം ടി ആയിട്ട് മാറുന്നത്?
ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായി ട്രാവേഴ്സൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോസസ്സ് എൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. സോ എന്താണോ അതിൻ്റെ ട്രാവേഴ്സൽ ഔട്ട്പുട്ട് അതായിരിക്കും ഈ ഒരു ബ്രെഡ്ത്ത് ഫസ്റ്റ് ട്രാവേഴ്സൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാഫിനെ ബ്രെഡ്ത്ത് ഫസ്റ്റ് ട്രാവേഴ്സൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വിസിറ്റഡ് ഓർഡർ എന്ന് പറയുന്നത്. സോ ഇവിടെ കിട്ടിയ ഓർഡർ ഏതാണ്? 1 5 6 7 4 9 10 3 2 8 എന്ന് പറഞ്ഞിട്ടുള്ള ഓർഡറിലാണ് നമ്മൾ ആ ഒരു ഗ്രാഫിനെ, നമുക്ക് തന്ന ഈ ഒരു ഗ്രാഫിനെ നമ്മൾ വിസിറ്റഡ് ചെയ്തെന്ന് പറയാം. സോ നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി. 1 എന്ന് പറഞ്ഞ എലമെൻ്റ് ആയിരുന്നു ഫസ്റ്റ് ജനറേഷനിൽ ഉണ്ടായിരുന്ന. സെക്കൻഡ് ജനറേഷനിൽ ഉണ്ടായിരുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 5 and 6. സോ 5 and 6 വന്നു. ദെൻ തേർഡ് ജനറേഷൻ എന്ന് പറയുന്നത് 7 മാത്രമേ ഉള്ളൂ, 7 വന്നു. ദെൻ അതിന് ശേഷം സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ജനറേഷനിൽ വരുന്നതാണ് 4 9 and 10 എന്ന് പറഞ്ഞ 3. അതിൻ്റെ കുറച്ച് താഴെയായിട്ട് തന്നെ വരയ്ക്കുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക, 4 9 10 എന്നുള്ളത് സെയിം ലൈൻസിൽ വരയ്ക്കുക. ദെൻ അതിന് ശേഷം അടുത്ത ജനറേഷനിൽ 3 ആയിട്ട് വരയ്ക്കാം. സോ 4 9 10 എന്ന് വന്നു. ദെൻ അടുത്ത ജനറേഷൻ 3 വന്നു. ദെൻ അതിന് ശേഷം 2 and 8. സോ നമ്മൾ എന്താണ് ലെവൽ ബൈ ലെവൽ ലെഫ്റ്റ് ടു റൈറ്റ് ആയിട്ടാണ് ഈ ഒരു ബ്രെഡ്ത്ത് ഫസ്റ്റ് ട്രാവേഴ്സൽ അല്ലെങ്കിൽ ഓർഡറിങ് വരുന്നത്. ഒരു ഗ്രാഫിൻ്റെ ബ്രെഡ്ത്ത് ഫസ്റ്റ് ട്രാവേഴ്സൽ ഓർഡറിങ് വരുന്നത്. ഓക്കെ.